നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാണ് മറ്റേ ശമ്പൂല്ലേ അണ്ണ അതല്ല പറയണ അണ്ണ അതല്ല അണ്ണ യവനല്ല നേരത്തെ പോലെ ശംഭു 10ാം ക്ലാസ് തോറ്റിരിക്കാൻ ആളിയെ നീയാണാടാ ബീഡി നിന്റെ ബീഡി 10ാം ക്ലാസ് തോറ്റാളാട്ടാ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ടോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് ഡ്രീമർ ഗെയിമിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം TVA വേഴ്സസ് സിറ്റിസൺസുമായിട്ട് ചെറിയൊരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലുള്ള പിറ്റിങ്, അതുപോലെ തന്നെ ചേസിങ്, അതേപോലെ ഫൈറ്റ്, പിന്നെ ഒരുപാട് സംസാരം, തെറിവിളി, അങ്ങനത്തെ എല്ലാം കലർന്നിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ ഫുള്ളായിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഡ്രീമർ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ കിക്ക് എന്ന ചാനലിലുണ്ടാവും. കിക്കിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള ഡ്രീമറിൻ്റെ കിക്ക് ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വേർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും വീഡിയോ കാണാം. നമ്മൾ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഇതിൽ റിയാക്ട് ചെയ്യുന്നുള്ളൂ. വീഡിയോ കാണാൻ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഓ മറിഞ്ഞടാ വണ്ടി. ഇല്ലല്ലോ, കവറായി. ആരത്? അവരൊറ്റ വണ്ടിയുള്ള 2 വണ്ടി ഉണ്ടല്ലേ? ഒറ്റ വണ്ടി. ആ വണ്ടി ഇല്ലാണ്ടായിട്ടാ. പപ്പടം ഉണ്ട് അതില്. ഓടല്ലേടാ. ഓ വണ്ടി ഇല്ലാണ്ടായിട്ടാ. എടാ ആരാടാ ഡെഡായി അതിന്റെ അടിയില്? വേറെ ഡെഡായി. അതില്ലാണ്ടാക്കിട്ടാ വണ്ടി. ബാബ്സട്ടൊക്കെ ഏതാ? വാസന അണ്ണാവനെ മോഹൻലാൽ അവൻ ചണ്ടാണ്. എടാ ചണ്ടാ ചണ്ടാടേ ചണ്ടാ. നിന്റെ കൈലന്തറാ ചുറ്റി വെച്ചേക്കണ അടിയിട്ട് എവിടെന്നേലും. വേറെ ആളിട്ടത് ഈ പ്രശ്നം അടിയിലടാ വണ്ടി. കൂട്ടുകാരനെ കൊല്ലുന്നാടാ, അതൊക്കെ മോശമല്ലേടാ. വാസണ്ണനൊക്കെ വേറെ ലെവൽ കേട്ടോ. കൺട്രോൾ വാസണ്ണ, കൺട്രോൾ. മെസ്സി കാണിക്കല്ലേ നാളെ സ്കൂളിൽ പോണ്ടേ? വീട്ടിൽ പോ. വണ്ടി എല്ലാരും എനിക്ക് എല്ലാം അറിയണം. നിന്റെ മോന്റെ നിന്റെ കരിമച്ചിയാടാ, കണ്ണിന് കരിമച്ചിയാടാ. 4 പേരുണ്ടല്ലേ? 4 പേര്. പപ്പടാണോ? ഞാൻ പവറും ചേച്ചറേ നിന്നെ പോലെ വാണല്ല കേട്ടാ. അവന്റെ മോന്തലുണ്ട് പോടാ അവിടുന്ന്. അവൻ മോന്തയില് മറ്റേ മുല്ലപ്പൂട്ടാ. എടാ മുല്ലപ്പൂണ്ടാ, എടാ ഒരു മുല്ലപ്പൂ വെച്ച് സാരി എടുത്ത് ഇറങ്ങിടാ. ബസ് സ്റ്റാൻഡിൽ പോയില്ലാട്ടാ നീ. പോടാ വാണവേ. ചന്ദ്രനൊക്കെ അടുത്ത വേണോ പറ വേണ പോടേ. അവന്റെ ഞാൻ കാര്യം മാറ്റാടാ. എടാ ഞാൻ നിന്റെ മോന്തല് പറവാണോ മനസ്സിലായ? പറഞ്ഞിവിടെ നിൽക്കുന്നില്ല. ആർക്ക് പറഞ്ഞ എന്താ വാണവേ? എന്താ വാണവേ? പറവാണവേ പറയാ. നിന്റെ മോന്തല് നീയൊരു ചണ്ടനാണെന്ന്. നീയൊരു ചണ്ടനാണ്. നിന്റെ മോന്തല് വെച്ചോളൂ ചണ്ട. അവന്റെ വാണമേ പറ വാണമേ. അവന്റെ കൊച്ചും അവന്റെ
മോനെ ചന്ദ്രനൊക്കെ ഏതാ റേഞ്ച്? നടക്കൂലട്ടോ. അവനായിട്ടൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അവരാക്ക്. ജാതി ജാതി ഇറങ്ങി പോടേ പറ്റ പണിക്ക് പോരാ ഉദ്ദേശം. ഓ കണ്ടറിഞ്ഞാട്ടോ. ഓ മുട്ടടാ ഇതുണ്ടാവണ്. എന്ത് സിറ്റുവേഷൻ എന്തോ കാരണം മനസ്സിലായില്ല. ഇന്ന് ചന്ദ്രൻ എന്തോ ഇടിച്ചത് അങ്ങനെ എന്തൊക്കെയാണ്. ഫുള്ളായിട്ടില്ല സിറ്റുവേഷൻ, അത് കുറച്ച് ഭാഗമുള്ള സിറ്റുവേഷൻ. നീയൊക്കെ ഇവിടെ ബാക്കിയുള്ള മരം ഊമ്പിച്ച് ഇങ്ങനെ നടന്ന ചണ്ടന്മാരെ പോലെ കേട്ടാ. നീ നിനക്കൊക്കെ വേറെ എന്നാ പറ്റൂടാ നിനക്കൊക്കെ? നിന്റെ മോഹൻണ്ടാ ചന്ദ്രനാണെന്ന് ചന്ദ്രന്റെ എന്റെ പൊന്നു ഉറപ്പിലൊക്കെ അവന്റെ എനിക്കൊന്നല്ല ഇവന്റെ കഴിവില്ലായ്മ ഇവിടെ തുടങ്ങിയെന്ന് എനിക്ക് തോന്നല്ല. മോനെ ബാബു വിട്ടെടുക്കുന്നില്ല കേട്ടാ. ചത്തില്ലേ ഇനി വീട്ടിൽ പോയി ചാച്ചി പാടി കിടന്ന് ഉറങ്ങാട്ടാ. വീട്ടിൽ പോയി കിടന്ന് പാട്ടും പാടി ഉറങ്ങ്. നിനക്കൊരു സമാധാനം കിട്ടുമല്ല. സമാധാനം വീട്ടിൽ പോയിരുന്നു ഊമ്പ്. ഈ സിറ്റുവേഷൻ എന്തോ ചന്ദ്രൻ എന്തോ ഇടിച്ചാണ്ടുള്ള എന്തോ സിറ്റുവേഷൻ ആണ്. DH മെമ്പേഴ്സും തമ്മിലുള്ള ഒരു പഴയ ഒരു വൈരാഗ്യം തീർക്കുക. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവനെ ഒരുത്തനെ എടുത്തോണ്ട് വന്നാൽ ഈ കൂടുള്ളവന്മാരെ വിളിപ്പിക്കാൻ പറ്റുമോ? സിറ്റുവേഷൻ അല്ലല്ലോ കൊടുപ്പാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് യവന്മാരെ ഒരുത്തരെ എടുത്തെന്ന് പറഞ്ഞ് ഒരുത്തന് ചോദിക്കാൻ വരൂല. അവൻ പറയും കളിച്ചോന്ന് പറയാം അവനെ. കുഴപ്പമില്ല, ഒരുത്തിനെ കൊണ്ടുവന്നേ. വേറെ ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫ്രസ്ട്രേഷൻ ആണ്. ചുമ്മാ ഇല്ല, കൊണ്ടുപോ. നമുക്കൊരു വണ്ടി ഒരു കാര്യം പറ്റും ചന്ദ്ര. എല്ലാരും ഭയങ്കര ടോക്സിക് ആയിട്ടാ. സത്യം പറഞ്ഞ അജാതി ചെറുപ്പത്തിൽ അവര് ചെയ്തിട്ടുണ്ട്. അതാണ് വെറുതെ വന്ന് ടോക്സിക് ആക്സിഡന്റ് ആവോ? 3 വണ്ടി കടന്ന് കൊണച്ചല്ലേ ഇത്ര നേരം. അവര് കാണിക്കുന്നില്ല. നിനക്ക് ഞാൻ നോട്ടീസ് തരാം. നിനക്ക് നോട്ടീസ് തരാം. അവര് കേറിയല്ല, അവർക്കുണ്ട്. അല്ല സിറ്റുവേഷനില് അവര് CRRP കാര്യങ്ങളും കാണിക്കുന്നവൻ. ഓ അങ്ങനെ എന്തൊരു സന്തോഷടാ അവര്. അവരുടെ സന്തോഷം ആര് വിളിച്ചാലും കൂടെ പോവല്ലേ. അറിഞ്ഞില്ലേ? അത് കേരളം മനസ്സിലാക്കട്ടാ. ആണോ? ഓ നമുക്ക് പേടിയാണ്ടാ. എടാ ബാബു, എടാ വിളിച്ചപ്പോ കേറി വന്നോ. ചന്ദ്ര ഒരുത്തന്നെ പേടിയുണ്ടല്ലോ, അത് മതി. അവൻ മറ്റേ മനസ്സിലേക്ക് പേടിക്കണ കാര്യം ഒന്ന് പറയാൻ മനസ്സിലായി. ബാബുക്ക് വിഷയട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
കേട്ടോ നീ ഉണ്ടായ ഞാൻ പറഞ്ഞുതരാം എടാ, ഇവന്മാർക്ക് എല്ലാം അറിയാൻ കേട്ടോ, ഇവന്മാർക്ക് എല്ലാം അറിയാൻ കേട്ടാ. മോനെ നീ ബാക്കി നീ കണ്ടിന്യൂ, നീ പേടിക്കണ കഥ ഒന്ന് പറഞ്ഞോട്. പേടി കാണിക്കണ, കുറച്ചേരം പേടി കാണിക്കണ. പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ്. അയ്യോ പറയല്ലേ പേടിക്കല്ല, നമ്മളെ പേടിപ്പിക്കണ. ഓ നീ പേടിച്ചോ എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്, അത് ഓ പറയണ്ട, നിന്റെ പ്ലാസ്റ്റിക് കണ്ട് ഊരി വെക്കാനാണ് വണ്ടിക്കകത്ത് വെച്ചോ. അവസാനമായിട്ട് ഒരെണ്ണം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുവാണ്. അതാണ് അവന്റെ ഓ അതാണ് അത് പറ്റൂടാ, അത്രയും ചെറിയൊരു ഇതുള്ള സാധനം. എനിക്കൊരു ഫുഡ് തരണേ, അവസാനമായിട്ട് ഫുഡ് ഓ കൊടുക്കാം. അടാ ബാബു ഫുഡ് പട്ടി ബിസ്ക്കറ്റ് കൊടുത്തേടാ, നമ്മുടെ ഗ്യാങ്സിൽ പട്ടിക്ക് നമുക്ക് പട്ടിയെ കണ്ട് തിരിച്ചറിയാം. പട്ടിയെ അവന്മാർക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല കേട്ടാ. നീ അങ്ങനെ പെഡിഗ്രി തിന്നാതെ ചാവണ്ട, പെഡിഗ്രി തിന്നാതെ നീ ചാവണ്ട. പറഞ്ഞിട്ടുണ്ട്, ഇനി പേടിക്കാൻ. ചന്ദ്ര 6 മാസം താഴെയുള്ള പട്ടിക്കുള്ളത് ഇവന് കൊടുത്താൽ മതി. കൊടുക്കാം. കാരണം അവിടെ എത്തുമ്പോ 5 പല്ലടിച്ചിടും, അവന് ചവയ്ക്കാൻ പറ്റൂല വീണിട്ട്. എടാ എന്തായാലും ഞാൻ കാര്യം പറയട്ടാ, ഇങ്ങനെ ഉള്ളിലെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് നല്ല സന്തോഷമായിട്ടാ. എനിക്ക് അത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അതൊക്കെ അടിപൊളി കൊള്ളാം. അതെന്തായാലും അങ്ങനെ തന്നെ കീപ്പ് ഇറ്റ് അപ്പ് ചെയ്യണട്ടാ. ഈ വണ്ടിയുടെ സീറ്റിന് 10 പോരല്ല. കുഴപ്പമില്ല, നീ അതിൽ തിരികടാ. മേടിച്ചേരാം. സാധാരണ ബാബു എല്ലാരും രാത്രി കൊണ്ടുപോകുമ്പോഴത്തേക്ക് നല്ല വണ്ടിയിലേക്കാണ് കൊണ്ടുപോകണം, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് പെട്ടെന്നൊരു വണ്ടി കയറിയപ്പോഴത്തേക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. കണ്ടുപിടിച്ച് പക്ഷെ കണ്ടുപിടിക്കൂടാ. നീ ഇങ്ങനെ കുഴി കിടക്കുമ്പോ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ കൊണ്ട് നിർത്തി കൊടുത്തല്ലേ ഇവരെ അടിച്ചാൽ കൊല്ലട്ട്. അവിടെ കൊണ്ട് മറ്റേ റൈറ്റിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാൻ കണ്ടുപിടിച്ചില്ല. കുഴിഞ്ഞ കമല നമ്മളെ ഫ്രണ്ട് കണ്ടുപിടിക്കാതിരിക്കോ? ബാബു 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 വീട് ഇവൻ പറഞ്ഞില്ലേ? അതെന്താന്നറിയോ? ഇവന്റെ വീട്ടിലെ മെത്തയുടെ 10 എനിക്ക് നന്നായിട്ട് അറിയാം. മെത്തയിൽ ജനിച്ചു വളർന്നിട്ടേ പെട്ടെന്ന് അവ ഇത് കേട്ടാലും അവ ഇത് കേട്ടാലും അവ ഒന്നും പറയാൻ പാടില്ല. കാരണം അവന്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ പുറത്താക്കണം, അതിന് എന്തിനാണോ ഞാൻ എനിക്ക് പുറത്താക്കണം. അതാണ് പുറത്താക്കണം. വണ്ടി തരടാ, ഇറങ്ങടാ വണ്ടി ഇങ്ങോട്ട്. കൊണ്ടുവന്നേന്നൊന്ന് പറഞ്ഞുതരാമോ? ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേന്നൊന്ന് പറഞ്ഞു. രായണ്ണനോട് ചേർന്നിട്ടപ്പോ കൊണ്ടുവന്നേന്ന് പറഞ്ഞുതരാം. ആണോ? എടാ ഇല്ലടാ അതില് ബാബുവിനെ കൊടുക്കേണ്ടായിരിക്കേ. കണ്ടാ നിനക്കറിയാലോ നിന്റെ പേരെന്തേ? നീ ഒന്ന് സറണ്ടർ അടിച്ചേ. നീ ആ മുട്ടയിലിരുന്ന് വായും കൊടുത്തൊരു ബാബു കൊടുക്കുമ്പോ നീ ബാബു ഇവന്മാർക്ക് ജീവന് ഭയങ്കര പേടിയല്ലേ? വാസോണ്ടത് എവനറിയാം കേട്ടോ, എവന് ശീലമാണ്. അത് പറഞ്ഞപ്പോ തന്നെ ഇരുന്നു കേട്ടോ. ഓ എടാ 4 പേരുണ്ടല്ലോ. അന്നാ ഞാൻ ഈ പറയുന്നത് പറഞ്ഞേ. ചന്ദ്രന്റെ അച്ഛൻ പറ ചന്ദ്രൻ നിന്റെ അച്ഛൻ. എടാ അങ്ങനെ ചന്ദ്രൻ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ. അവന് ഫ്രീ ആയിട്ട് ഒരെണ്ണം കൊടുത്തതും പോരാ. അവരെ ട്രിഗർ ചെയ്യാൻ ട്ടോ. പറഞ്ഞ മനസ്സിലാവണ്ട. കണ്ടിട്ട് പോടാ. ബാബുരുണ്ട്. രണ്ടാമത്തെ അച്ഛൻ. അണ്ണാ വാസോണ്ട എനിക്ക് പറ്റൂല. ഞാൻ ഒരു കാര്യം പറയണേട്ടാ,
സ്വന്തം തന്തെ തിരിച്ചറിയാത്തമാരെ ആ ഒരു അച്ഛൻ ഡെമ്മി അച്ഛനെ കിട്ടിയപ്പോൾ സന്തോഷം അവന്റെ കണ്ണൊക്കെ നിറഞ്ഞണ്ണ. എന്തായാലും കൊള്ളാം. ആ ഇനി ഒരു കാര്യം ചെയ്യും. നോയ്സ് അല്ലേ? പറയല്ലേ അണ്ണാ. അയ്യോ പാവോടാ ഡിസിപ്ലിൻ. അയ്യോ പാവോടാ കയ്യിന്ന് പോടാ പാവോടാ കയ്യിന്ന് പോടാ. എടാ അണ്ണന്റെ കയ്യിന്ന് പോടാ. ഭയങ്കര നോയ്സ് അല്ലേ? ഭയങ്കര നോയ്സ്. പാവോടാ കയ്യിന്ന് പോടാ. അണ്ണന്റെ കയ്യിന്ന് പോടാ. അണ്ണ കയ്യിന്ന് പോയടാ. എടാ പോടാ വാണമേ പോയി ഊമ്പ്. നിങ്ങളുടെ ഊമ്പത്തുള്ളൂ. നീ മനസ്സിലായില്ലേ അവന്റെ? അയ്യോ അണ്ടികൾ വന്നേക്കുന്നു. അണ്ടികളോ? നീ എന്താ ഉണ്ടാക്കിയടാ? മിണ്ടാണ്ടിടാ സയലിന്റെ സംസാരിക്കലടാ. ബോബുട്ടനല്ലേ? എന്താ ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചില്ലടാ, നിന്നെ ഉണ്ടാക്കി. ശരിയടാ, അടുത്ത നിന്റെ തന്തേനെ ഉണ്ടാക്കിയടാ. നിന്റെ തന്ത ഞാൻ ഉണ്ടാക്കിയത്. അടുത്തത് അയ്യോ അടുത്തത് പറയാ. നിനക്ക് നിന്റെ തന്തയുടെ അവരെ ട്രിഗർ ചെയ്തിട്ടാ. നിന്നടുത്ത് പറഞ്ഞ മനസ്സിലാവില്ലടാ. ചുമ്മാ വാടച്ച് അല്ല ഇവിടെ ലീവ് ചെയ്യണം. സിറ്റുവേഷൻ ആണ്. ലീവ് ചെയ്യണം. അല്ല വേറെ കൊല്ലല്ലേ. നിന്റെ രണ്ടാമത്തെ തന്തടാ, നിന്റെ പത്താമത്തെ തന്ത. പത്താമത്തെ തന്ത. ആകെ തന്തയുടെ വിളി മാത്രമേ ഉള്ളല്ലോ അവിടെ. പറഞ്ഞിട്ടേ നിനക്കൊന്നും ഒരു ഉടുപ്പില്ലാതെ കേട്ടോണ്ടിരിക്കുന്നു. വിളിക്കാൻ പറ്റുമ്പോ നിന്റെ കൂട്ടത്തിലുള്ള നമ്മളെ ഒരു അച്ഛനെ വെച്ച നീയാണ് സംസാരിക്കണത്. തമാശ നമ്മളെ ട്രിഗറാക്കി നമുക്ക് പണി മേടിച്ചു തരാൻ ഇരുന്നതാണ് കേട്ടോ. ഞാൻ പോവാണോ നീയും പോവാണോ? അതെനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. നിന്റെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് എനിക്ക് അറിയാടാ. എനിക്ക് പോയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ പേര് ശംഭു. നീ ഏത് സിറ്റി പോയാലും ശംഭുവാ. പക്ഷെ ഞങ്ങളുടെ പേര് ടി വി എന്നൊരു തീട്ടമാര് നിന്റെ പറയത്തുള്ളൂ. മനസ്സിലായില്ലടാ. നിങ്ങളുടെ വാങ്ങ പറയത്തുള്ളൂ. ഇങ്ങനെയാണെന്ന് കുടുംബമുണ്ടോ മോനെ? നിന്റെ പറഞ്ഞേ എഴിയൊന്ന് മോനെ. കൂട്ടുകാരാ ചെവിയില്ല എനക്ക്. ഇനി ഒരു കാര്യം ശംഭുവൊക്കെ ഇനി പറഞ്ഞുതരാം. ഇനി മോര് പാട്ടൊക്കെ പാടും കേക്കട്ടെ. നീ മതി പാട്ട് പാടും. നിനക്ക് തരാം നിനക്ക് പാട്ടില്ല. നിനക്ക് വേറെ സാധനം. നിനക്ക് ചവിട്ട് നാടകം.
പറ്റുന്നില്ല ഞാൻ നീ ഒന്ന് അടി ഒന്നും കൂടി അടി പറ്റിച്ചിട്ട് പോന്നോളൂ നീ കുറച്ച് നേരം എന്നാ, ഒന്നുകൂടെ ഇതാകുമ്പോ പൊങ്ങുമ്പോ ശരിയാവും. ശരിയാ ഇവിടെ. നീ ഒന്ന് വിട്ടായിരുന്നേ, നീ ഒന്ന് വിട്ടായിരുന്നേ, അവിടെ ഇരി, അവിടെ ഇരി. പാവടാ വന്നടാ ചാവണ്ടാ ഇങ്ങനെ ഇന്ന് മോശമാടാ ഇങ്ങനെ രാവിലെ തൊട്ടല്ലടാ അവന് മുട്ടയിലിരിക്കാൻ പറ്റും. അല്ല ഇനിയെങ്കിലും എനിക്കുമ്പോ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് നടന്നു പോയ അവന്റെ ഭാഗ്യം. നിന്റെയൊക്കെ frustration ഞങ്ങൾ തീർത്ത് തരാടാ, നിന്റെയൊക്കെ frustration. ഇവിടെ അല്ലെങ്കിൽ വേറെ അടുത്ത്. നീയൊക്കെ ഇല്ല. മറ്റേ നിന്റെയൊക്കെ തല കയറി ഇരുന്ന് മറ്റേ നീയൊക്കെ പറയണത് കേട്ടിരിക്കണോ ഞങ്ങളൊക്കെ? ഒന്ന് പോടാ. അല്ല നമ്മള് തുറക്കാൻ പറയുമ്പോ വാ തുറക്കാൻ മതി. മിണ്ടാതിരാ, മിണ്ടാതിരാ. പാന്നാ, നീ ആര് നീ? നിന്റെയൊക്കെ frustration നിന്റെയൊക്കെ പറഞ്ഞു വിട്ട് ആരാണ് നമുക്ക് അണ്ണ വാസന ഞാൻ കാര്യം പറയട്ടെ വാസന നമ്മള് കുറച്ച് ദിവസമൊക്കെ ആയെങ്കിലും അണ്ണാ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാണ് മറ്റേ ശംഭു അല്ലേ അണ്ണ അതല്ല പറയണ്ട അണ്ണ അതല്ല ഇവനെ ഒന്നും നോക്കി അണ്ണ യവനല്ല നേരത്തെ പോലെ ശംഭു 10ാം ക്ലാസ് തോറ്റിരിക്കാൻ ആളിയെ ആ നീയാണാടാ ബീഡി നിന്റെ ബീഡി 10ാം ക്ലാസ് തോറ്റാളാട്ടാ നിന്റെ ശംഭു അവന്റെ നീ അവിടെ കുറച്ചേരി കുടുംബം ഉണ്ടോ നിനക്ക് ബീഡിയും കൂളും. ഓ ഞാൻ കുടുംബത്തിലുണ്ട്. ഏത് കുടുംബത്തിലാണുള്ളത് നീ ഏത് കുടുംബത്തിലാണ് നീ? ഞാൻ DHO കുടുംബം. DHO ഉള്ളവർക്ക് അണ്ടിയില്ലടാ തുണിയിടാൻ അണ്ടിയില്ല നിനക്കൊന്നും അണ്ടി അറിഞ്ഞൂടാ നിനക്ക് നിനക്ക് സ്വന്തം ഗ്യാങ് നിനക്ക് ചിരക്ക് അറിഞ്ഞൂടാ നിനക്കൊക്കെ വല്ല വാപ്പണിക്ക് പോടാ വാണമേ അവൻ മറ്റേ നടക്കുന്ന പണിക്ക് പോടാ ചേട്ടാന്ന് നീ മറ്റേ DHO ആ വാണ ഫാമിലി ഉണ്ടായിട്ട് നീയൊക്കെ നിന്റെ ഡ്രസ് ഇടാതെ ചിരക്കാൻ നടക്കണ നീയൊക്കെ നടക്കണ എന്നിട്ട് നീയൊക്കെ RP ഊമ്പാ പറയണ നമ്മുടെ അടുത്ത് RP ഊമ്പിക്കാൻ പറയണ നീയൊക്കെ അവൻ മറ്റേ ഡ്രസ് ഇതുപോലെ നിക്കണം മനസ്സിലായ നല്ലോണം കിട്ടി കൂട്ടത്തിലുള്ള നിനക്കൊക്കെ എന്ത് ഫ്രസ്ട്രേഷൻ ആണ് നിന്റെയൊക്കെ പ്രശ്നം എന്താ? നിന്റെയൊക്കെ ജീവിതത്തിൽ നിനക്കൊക്കെ എന്ത് പ്രശ്നം? ഇത്ര പ്രശ്നം എടാ നീ മിണ്ടരുത്. ചന്ദ്രനെ കിക്ക് ചെയ്തു കേട്ടോ. Admin Buggy, you have been banned from this server. Vulgar language towards citizens and your ban will expire in 7 days. സിറ്റിസന് കുറച്ചൊരു പവർ ദിവസം ബാൻ കൊടുത്തല്ലേ ചന്ദ്രന്? അല്ല സംസാരിച്ചു ചന്ദ്രൻ ഇല്ലാന്നല്ല തുപ്പും കേട്ട് അല്ലെങ്കിൽ കണ്ട സിറ്റിസൺ പറവാണങ്ങളുടെ ഗ്യാങ് ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിക്കുന്നത് നല്ല അടിപൊളി അവസ്ഥയാണ്. കുഴപ്പമില്ല. ഞാൻ തെറി വിളിച്ചത് തന്നെയാണ് ഞാൻ വാങ്ങിയത്. ഞാൻ തെറി വിളിച്ചത് അർഹിക്കുന്നവന്മാർക്ക് എന്തായാലും കൊടുക്കണം. അർഹിക്കുന്നവന്മാർക്ക് പിന്നെ കണ്ടറിയണം. എന്തണ്ടിയായാലും മറ്റേ ഒരുത്തൻ വന്നിട്ട് സിറ്റി കുളന്തോണ്ടി പറയതോണ്ടി എന്ന് പറഞ്ഞു അവനെ കൊണ്ട് കുനിച്ചു ചേർത്തേനാണ് അവൻ പറഞ്ഞത് അവന്റെ സിറ്റി കുളന്തോണ്ടിയെന്ന്. നിങ്ങൾ ഒരു അഡ്മിന്റെയും ഇവിടെ പോയിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട. ഒരു അഡ്മിന്റെയും ലൈവിൽ പോയിട്ട് ഒന്നും പറയണ്ട. സീരിയസ് ആയിട്ട് പറയാണ്. ഒരുത്തൻ പറയില്ല. ഞാൻ ഒരുത്തൻ അവിടെ ഇവിടെ നിന്ന് ഒരുത്തൻ പോയി അവിടെ പോയി ഞാൻ കണ്ട ഞാൻ സംസാരിക്കില്ല. അർഹിക്കുന്നുണ്ട് അവന്മാര് കുറെ. അതായത് സിറ്റിസൺ ഡ്രസ് ഇട്ട് കൊണയ്ക്കാൻ തുടങ്ങിയ DHOയിലുള്ള ഊമ്പന്മാരാണ്. സീരിയസ് ആയിട്ട് കുറെ നേരം അവന്മാര് അപ്പം അവ എന്നാ കുന്ന ഉണ്ടാക്കിയിട്ട് അവൻ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. സിറ്റി ഒന്ന് മറ്റേ കുളം തോണ്ടിയെന്ന് അളിയന്റെ കയ്യിൽ നിന്ന് പോയി. സീരിയസ് ആയിട്ട് അളിയന്റെ കയ്യിൽ നിന്ന് അളിയെ തെറിയൊക്കെ വിളിച്ച്